നമസ്കാരം. ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മാന്നാർ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. പ്രകോപന കാരണം കലയ്ക്ക് കുട്ടമ്പേരൂർ സ്വദേശിയുമായി ഉണ്ടായിരുന്ന ബന്ധം. കൊലപാതകം 2009 ഡിസംബറിൽ പെരുമ്പുഴ പാലത്തിൽ കാറിൽ വെച്ച്. നിർണായകമായത് മുഖ്യസാക്ഷി സുരേഷ് കുമാറിന്റെ മൊഴി. ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ നീക്കം. പിടിയിലായ 3 പേർക്കും കൊലപാതകത്തിൽ പങ്കെന്ന് റിമാൻഡ് റിപ്പോർട്ട്. മണിപ്പൂർ വിഷയത്തിൽ മൗനം വെടിഞ്ഞ് പ്രധാനമന്ത്രി. സംസ്ഥാനം സാധാരണ നിലയിലേക്ക് മടങ്ങിയെന്നും പ്രതിപക്ഷം എരുതിയിൽ എണ്ണയൊഴിക്കുകയാണെന്നും വിമർശനം. ഗോത്ര സംഘർഷമെന്ന വസ്തുത മനസ്സിലാക്കിയിട്ടും കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചെന്നും മോദി. നന്ദിപ്രമേയം പാസാക്കി രാജ്യസഭ. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഹാത്രസ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കേസെടുത്തതിന് പിന്നാലെ സത്സംഗം സംഘടിപ്പിച്ച ആൾദൈവം ഭോലെ ബാബ ഒളിവിൽ. സുരക്ഷാ ജീവനക്കാർ ആളുകളെ തള്ളിമാറ്റിയതാണ് അപകട കാരണമെന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. മരണസംഖ്യ 121. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാകും. നിലവിലെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനാകും. തീരുമാനം നിയമസഭാ കക്ഷിയോഗത്തിൽ. ഓഫീസിൽ റീൽ ചിത്രീകരിച്ച തിരുവല്ല നഗരസഭാ ജീവനക്കാർക്കെതിരെ നടപടിയില്ല. ഞായറാഴ്ച ദിനം ഭക്ഷണ ഇടവേളയിലാണ് റീൽ എടുത്തത് എന്ന വിശദീകരണം അംഗീകരിച്ചു. അവധി ദിനത്തിൽ പോലും സേവന സജ്ജരായ ജീവനക്കാരെ അഭിനന്ദിച്ച് മന്ത്രി MP രാജേഷ്. സർവീസ് ചട്ടം മറക്കരുത് എന്നും ഓർമ്മപ്പെടുത്തൽ. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സിനിമാ നിർമ്മാതാക്കൾ. അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് ഫെഫ്കയ്ക്ക് കത്ത്. നാളെ നടക്കുന്ന ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിഷയം ചർച്ചയാകും. നീക്കം അഭിമുഖങ്ങളിലെ മോശം ചോദ്യങ്ങളും മാന്യതയില്ലാത്ത റിപ്പോർട്ടിംഗും ചൂണ്ടിക്കാട്ടി. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസ് അന്വേഷണം NIA ഏറ്റെടുത്തു. രാജ്യാന്തര തലത്തിൽ നടന്ന ഇടപാടെന്ന് നിഗമനം. കൊച്ചി NIA കോടതിയിൽ FIR സമർപ്പിച്ച അന്വേഷണ സംഘം. അവയവക്കടത്ത് പുറംലോകമറിഞ്ഞത് 24ലൂടെ. തൃശൂർ ചാലക്കുടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ +2 വിദ്യാർത്ഥി ചികിത്സയിൽ. സഹവിദ്യാർത്ഥികൾ മർദ്ദിച്ച ശേഷം മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി തലക്കടിക്കുകയായിരുന്നു. പോലീസ് ഇടപെട്ടില്ലെന്ന ആക്ഷേപം. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ SFI പ്രവർത്തകരും പ്രിൻസിപ്പലും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് ശക്തമായി ഇടപെടണമെന്ന് ഹൈക്കോടതി. ക്യാമ്പസിനകത്തും പുറത്തും ക്രമസമാധാനം ഉറപ്പാക്കണം എന്ന നിർദ്ദേശം. SFI നേതാക്കൾക്ക് നോട്ടീസ്. കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചത് ഗൗരവതരമെന്ന് CPIM. പ്രശ്നങ്ങൾ പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് സീതാറാം യെച്ചൂരി. തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM ജനറൽ സെക്രട്ടറി. കേന്ദ്ര കമ്മിറ്റിയിൽ തനിക്കെതിരെ വിമർശനമുണ്ടായെന്ന വാർത്ത തള്ളി സീതാറാം യെച്ചൂരി. AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ 2ാം പ്രതി സുഹേൽ ഷാജഹാനെ കോടതി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ആക്രമണം ആസൂത്രിതമെന്ന് LDF കൺവീനർ EP ജയരാജൻ. പ്രതി സുഹേൽ ഷാജഹാന്റെ കസ്റ്റഡി കാലാവധി മറ്റന്നാൾ രാവിലെ 11 വരെ. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ മുഖ്യ ആസൂത്രകൻ പിടിയിലായെന്ന് CBI. അറസ്റ്റിലായത് ജാർഖണ്ഡ് ഹസാരിബാഗ് സ്വദേശി അമൻ സിംഗ്. കേസിൽ അന്വേഷണം തുടരുന്നു. തൃശൂരിൽ വൻ ലഹരിവേട്ട. 2.5 കിലോ MDMAയുമായി കണ്ണൂർ സ്വദേശി ഫാസിൽ അറസ്റ്റിൽ. പിടിയിലായത് MDMAയുടെ കേരളത്തിലെ പ്രധാന മൊത്ത വിതരണക്കാരൻ എന്ന് പോലീസ്. പ്രതിയുടെ ആലുവയിലെ വീട്ടിൽ പരിശോധന. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പാലാ MLA മാണി C കാപ്പന് തിരിച്ചടി. വിചാരണ നിർത്തിവെക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. നടപടി മുംബൈ വ്യവസായിയായ ദിനേശ് മേനോൻ നൽകിയ ഹർജിയിൽ. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലകളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഉൾപ്പെട്ട ഭൂമി ഇടപാട് വിവാദം ഒത്തുതീർപ്പായി. പരാതിക്കാരനായ ഉമർ ഷെരീഫിന് പണം മടക്കി നൽകി. ഭൂമി ഇടപാട് കേസിൽ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് വീഴ്ചയില്ല എന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് UDF ഉപവാസ സമരത്തിലേക്ക്. പ്രതിഷേധം DCCയുടെ നേതൃത്വത്തിൽ ഈ മാസം 6-ന്. ജില്ലയിലെ UDF MLAമാരും MPമാരും പങ്കെടുക്കും. IPS തലപ്പത്ത് അഴിച്ചുപണി. സ്പർജൻ കുമാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. CH നാഗരാജു പോലീസ് ഹൌസിംഗ് ആൻഡ് കോർപ്പറേഷൻ CMD. സഞ്ജീവ് കുമാർ പട്ജോഷി മനുഷ്യാവകാശ കമ്മീഷൻ DGP. അങ്കിത് അശോകനെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ടെക്നിക്കൽ ഇന്റലിജൻസ് SP ആയി നിയമിച്ചു.
കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി സെബാസ്റ്റ്യന്റെ മരണം കൊലപാതകം എന്ന് പോലീസ്. ആന്തരിക അവയവത്തിനേറ്റ ഗുരുതര പരിക്ക് മൂലമാണ് മരണം എന്ന് കണ്ടെത്തൽ. ചീട്ടുകളിക്കിടെ സെബാസ്റ്റ്യനെ മർദ്ദിച്ച കുഞ്ഞുമോൻ അറസ്റ്റിൽ. രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ട യുവാവിനെതിരെ പരാതി. കോഴിക്കോട് ഉള്ളിയേരി സ്വദേശി വളപ്പിൽ രവിക്കെതിരെ പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസ്. മതസ്പർദ്ധ വളർത്തി സംഘർഷമുണ്ടാക്കാനുള്ള നീക്കത്തിനെതിരെ നടപടി വേണമെന്നാവശ്യം. SSLC ജേതാക്കളെക്കുറിച്ചുള്ള മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം തിരുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ആവേശത്തിൽ പറഞ്ഞ അബദ്ധമെന്നും സജി ചെറിയാൻ തിരുത്തുമെന്നും മന്ത്രി. വ്യവസായ സ്ഥാപനങ്ങൾ പെരിയാറിൽ മലിനജലം തള്ളുന്നതിൽ ഇടപെട്ട് ഹൈക്കോടതി. പെരിയാറിന്റെ തീരത്തെ വ്യവസായ സ്ഥാപനങ്ങളുടെ പട്ടിക നൽകാൻ നിർദ്ദേശം. മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. NOC നൽകിയ സ്ഥാപനങ്ങളുടെ പട്ടികയും കൈമാറണം. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ചുമതല. നിയമന ഉത്തരവ് പുറത്തിറങ്ങി. താൽക്കാലിക ചുമതല ജസ്റ്റിസ് AJ ദേശായി വിരമിക്കുന്ന ഒഴിവിൽ. സേനയിലെ വനിതാ ഉദ്യോഗസ്ഥർക്ക് 2 ദിവസം ആർത്തവ അവധി നൽകണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനം. ക്രമരഹിതമായി ഡ്യൂട്ടി മൂലം ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തൊഴിലിടമാണ് പോലീസിന്റേത്. ആർത്തവ സമയങ്ങളിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നും സമ്മേളനം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ദേശീയ വിദ്യാഭ്യാസ ബന്ദ് നാളെ. പഠിപ്പ് മുടക്ക് SFIയുടെയും AISFന്റെയും നേതൃത്വത്തിൽ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രൈസ്തവ സമൂഹം വലിയ വിവേചനം നേരിടുന്നു. കരഞ്ഞാൽ മാത്രമേ പാല് കിട്ടൂ എന്ന രീതിയിലാണിപ്പോൾ കാര്യങ്ങളെന്നും മാർ ആൻഡ്രൂസ് താഴത്ത്. എറണാകുളം കണ്ണമാലിയിൽ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട ഹിയറിംഗിനിടെ സംഘർഷം. പ്രതിഷേധത്തിന് കാരണം തീരദേശ ഹൈവേ തീരത്തെ 2ആയി മുറിക്കുമെന്ന ആശങ്ക. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ഹിയറിംഗ് അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് വരെയാണ് 2ാം ഘട്ടം. തൂണുകൾ സ്ഥാപിക്കാനായുള്ള പൈലിംഗ് ഇന്ന് ആരംഭിച്ചു. ആലുവ എടയപ്പുറത്ത് 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ക്രിസ്റ്റിൽ രാജിന്റെ വിചാരണ തിങ്കളാഴ്ച ആരംഭിക്കും. സംഭവം നടന്നത് 2023 സെപ്റ്റംബർ 7-ന്. അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റപത്രം സമർപ്പിക്കാനെടുത്തത് 74 ദിവസം. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചു. നടൻ മോഹൻലാലിന് പുരസ്കാരം. അഭിനയ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഓഗസ്റ്റ് 31-ന് നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. K ജയകുമാർ നേതൃത്വം വഹിക്കുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. തൃശൂർ കൊരട്ടിയിൽ നിന്ന് കാണാതായ ദമ്പതികൾ മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് വേളാങ്കള്ളി പള്ളിക്ക് സമീപമുള്ള ലോഡ്ജിൽ. മരിച്ചത് തിരുമുടിക്കുന്ന് മൂടപ്പുഴ സ്വദേശി ആന്റോയും ഭാര്യ ജിസുവും. മൃതദേഹം വിഷം കുത്തിവെച്ച നിലയിൽ. അന്വേഷണം തുടങ്ങി പോലീസ്. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സിറോ മലബാർ സഭ ദിനാചരണം നടന്നു. മേജർ ആർച്ച് ബിഷപ്പ് പതാക ഉയർത്തി. വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും പങ്കെടുത്തു. കാസർഗോഡ് കോട്ടച്ചേരിയിൽ വാഹനാപകടം. ട്രാവലർ നിയന്ത്രണം വിട്ട് ഹൈമാസ്റ്റ് ലൈറ്റിലിടിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കോഴിക്കോട് കാക്കൂർ പോലീസ് സ്റ്റേഷന് സമീപം സ്വകാര്യ ബസ് വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ഒരു സ്ത്രീയടക്കം നിരവധി പേർക്ക് പരുക്ക്. കോഴിക്കോട് തിരുവങ്ങൂരിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട ബസ് റോഡിന്റെ ഒരു വശത്തേക്ക് ചെരിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പാലക്കാട് തൃത്താലയിൽ പ്രണയം നടിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. നാഗലശ്ശേരി സ്വദേശി ഷിഹാബാണ് അറസ്റ്റിലായത്. മലപ്പുറം തിരൂർ കാരത്തൂരിൽ പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് മോഷണം. കാരത്തൂർ നരിപ്പറമ്പിൽ ഖദീജയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 10 പവൻ സ്വർണം കവർന്നു. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച NSS വോളണ്ടിയർക്കുള്ള പുരസ്കാരം പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലെ വൈഷ്ണവ് PS കരസ്ഥമാക്കി. വർക്കല കൊച്ചുവീട് കായ്ക്കരയിലെ പ്രമോദ് ഷിംന ദമ്പതികളുടെ മകനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയുമാണ് വൈഷ്ണവ്. വയനാട് നീലഗിരി ചേരമ്പാടിയിൽ കാട്ടാന ഇറങ്ങി. ആളുകൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. ദിവസങ്ങളായി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം എന്ന് നാട്ടുകാർ. ആലുവ പറവൂർ കവലയ്ക്ക് സമീപം മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് വയോധികനെ കുത്തിക്കൊലപ്പെടുത്തി. സംഭവത്തിൽ ഏഴിക്കര സ്വദേശി ശ്രീകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി ഇവർ ഒരുമിച്ച് മദ്യപിക്കുകയും തർക്കമുണ്ടാകുകയും ചെയ്തെന്നും ദൃക്സാക്ഷികൾ.
കോഴിക്കോട് മുക്കത്ത് വീട്ടുവളപ്പിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. തൂങ്ങുംപുരം സ്വദേശി രാജീവിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. കൊല്ലം ജില്ല രൂപീകൃതമായിട്ട് 75 വർഷം. ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കൊല്ലത്തെ അടയാളപ്പെടുത്തുന്ന മുദ്ര ഡിസൈൻ ചെയ്ത് നീരാവിൽ സ്വദേശി UM ബിന്നി. കണ്ണൂർ ചെറുപുഴയിൽ കാട്ടാനയാക്രമണത്തിൽ വയോധികന് പരിക്ക്. ആറാട്ടുകടവ് സ്വദേശി കുഞ്ഞിരാമനാണ് പരിക്കേറ്റത്. കുഞ്ഞിരാമൻ താമസിച്ചിരുന്ന ഷെഡും കാട്ടാന തകർത്തു. കേരള തമിഴ്നാട് അതിർത്തിയിൽ അനധികൃത മണ്ണെണ്ണക്കടത്ത് പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തിച്ച 1000 ലിറ്ററോളം മണ്ണെണ്ണയാണ് പിടികൂടിയത്. ഡ്രൈവർ പുഷ്പരാജൻ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ വടക്കാഞ്ചേരിയിൽ ട്രെയിൻ തട്ടി വയോധികന് ദാരുണാന്ത്യം. അകമല സ്വദേശി ഈച്ചരത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. എങ്കേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപമായിരുന്നു അപകടം. വീണ്ടും 100 ന്യൂസിലേക്ക് പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളനാട് ഉൾപ്പെടെ സംസ്ഥാനത്തെ 49 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ജൂലൈ 30-ന് ഉപതെരഞ്ഞെടുപ്പ്. വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. പത്രികാ സമർപ്പണം ഈ മാസം 11 വരെ. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കർഷക തൊഴിലാളികളുടെ മക്കൾക്കാണ് അവാർഡ്. അപേക്ഷാ ഫോം വെബ്സൈറ്റിൽ ലഭ്യമാണ്. പട്ടയം നൽകുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിവരശേഖരണ പ്രക്രിയയിൽ അപേക്ഷ നൽകാൻ കഴിയാത്തവർക്ക് അവസരം. ഈ മാസം 10 മുതൽ 25 വരെ അപേക്ഷിക്കാം. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷ നൽകാമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ. ഇനി ദേശീയ വാർത്തകൾ. അസമിൽ പ്രളയക്കെടുതി രൂക്ഷം. കാസിരംഗ നാഷണൽ പാർക്കിൽ വെള്ളം കയറി. നിരവധിയിടങ്ങളിൽ മണ്ണിടിച്ചിൽ. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ചു. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ 8 മുതൽ 27% വരെ മെഥനോൾ ഉണ്ടായിരുന്നുവെന്ന് സർക്കാർ. ദുരന്തത്തിൽ 65 പേർ മരിച്ചു. 21 പേർ അറസ്റ്റിൽ. 99 സാക്ഷികളെ വിസ്തരിച്ചു. അന്വേഷണം ശരിയായ ദിശയിലെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നും തമിഴ്നാട് സർക്കാർ ഹൈക്കോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അവധിയെടുത്ത് BJP തമിഴ്നാട് അധ്യക്ഷൻ K അണ്ണാമലൈ. 3 മാസത്തെ അവധി UK-യിൽ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തമിഴ്നാട് BJP-യിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായിരുന്നു. ഉത്തരാഖണ്ഡിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത മാസം വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ പുനെയിൽ വാഹനാപകടം. കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 5 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് തെലങ്കാന സ്വദേശികൾ. അമിത വേഗമാണ് അപകട കാരണം. ഗവർണർ ഗുർമീത് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ചർച്ചയായത് ചാർധാം യാത്ര ഉൾപ്പെടെ നിരവധി വികസന കാര്യങ്ങൾ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉത്തരാഖണ്ഡിൽ വൈദ്യുതി ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. വ്യാവസായിക സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ദേവ്സായ് ഏകജാലക പോർട്ടൽ 2.0 ലോഞ്ച് ചെയ്തു. ഛത്തീസ്ഗഡിൽ നിക്ഷേപം നടത്തുന്ന സംരംഭകർക്ക് സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി. ഇൻഡോറിലെ ഷെൽട്ടർ ഹോമിൽ ഭക്ഷ്യവിഷബാധ. 5 കുട്ടികൾ മരിച്ചു. 38 പേർ ആശുപത്രിയിൽ. 4 പേരുടെ നില ഗുരുതരമെന്ന് ജില്ലാ കളക്ടർ. ഇനി രാജ്യാന്തര വാർത്തകൾ. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സൈന്യവും തമ്മിൽ ഭിന്നത. ലെബനനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സൈന്യം പ്രധാനമന്ത്രിയോട്. ഗസയിൽ സൈനികാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 30-ലധികം പേർക്ക് പരുക്ക്. തെരഞ്ഞെടുപ്പിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുമെന്ന് മകൾ ഇവാൻക ട്രംപ്. നാമനിർദ്ദേശം സമർപ്പിക്കാൻ ട്രംപിനെ അനുഗമിക്കുമെന്നും ഇവാൻക. പിതാവിനെതിരായ സമീപകാല ശിക്ഷാവിധികൾ വേദനിപ്പിച്ചുവെന്നും ട്രംപിന്റെ മകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് റഷ്യ. അന്താരാഷ്ട്ര സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. നരേന്ദ്രമോദിയുടെ സന്ദർശന തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അഴിമതിക്കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീബിക്ക് ജാമ്യം. ഇടക്കാല ജാമ്യം അനുവദിച്ചു. യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനായി സാമ്പത്തിക സഹായം സ്വീകരിച്ചു എന്നായിരുന്നു കേസ്. ഇമ്രാൻഖാനുമായുള്ള വിവാഹം നിയമം പാലിക്കാതെയെന്നും കേസിൽ ജയിലിൽ തുടരണം. UK പൊതുതെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് ജയസാധ്യതയെന്ന് സർവേ ഫലങ്ങൾ. അഭിപ്രായ വോട്ടെടുപ്പിൽ ലേബർ പാർട്ടി 20 പോയിന്റ് മുന്നിൽ. ശരിയായ തീരുമാനം എടുക്കണമെന്ന് വോട്ടേഴ്സിനോട് ആവശ്യപ്പെട്ട് ഋഷി സുനക്. കെനിയയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തുടരുന്നു. പ്രസിഡന്റ് വില്യം റൂട്ടോ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. പോലീസും പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടിയത് തലസ്ഥാനമായ നെയ്റോബിയിൽ.
കരീബിയൻ രാജ്യങ്ങളിൽ നാശം വിതച്ച് ബെറിൽ ചുഴലിക്കാറ്റ്. മണിക്കൂറിൽ 240 കിലോമീറ്റർ വേഗം രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിൽ ഒരു ദ്വീപ് പൂർണ്ണമായും നാമാവശേഷമായി. കുടിയേറ്റ വിരുദ്ധ കലാപത്തിന് പിന്നാലെ തുർക്കി സൈന്യത്തിന് നേരെ സിറിയൻ ആക്രമണം. വടക്കു പടിഞ്ഞാറൻ സിറിയയിലേക്കുള്ള അതിർത്തി അടച്ച് തുർക്കി. സിറിയൻ അതിർത്തി പ്രദേശമായ അഫ്രിനിൽ തുർക്കി സൈനികരും പ്രക്ഷോഭകരും ഏറ്റുമുട്ടൽ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ പ്രതിഷേധവുമായി ഡൊണാൾഡ് ട്രംപ് അനുകൂലികൾ. ട്രംപിനെതിരായ എക്സ് പോസ്റ്റിലാണ് ബൈഡനെതിരെ വിമർശനം രൂക്ഷമായത്. സ്വന്തം ഭരണത്തിൽ രാജ്യത്ത് അഭിവൃദ്ധി ഉണ്ടായെന്ന മൂഢചിന്തയിലാണ് ട്രംപ് എന്നായിരുന്നു ബൈഡന്റെ പോസ്റ്റ്. തായ്വാൻ തീരത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ട് ചൈന പിടിച്ചെടുത്തെന്ന ആരോപണം. കിൽമൻ ദ്വീപിൽ നിന്നാണ് ചൈനീസ് കോസ്റ്റ് ഗാർഡ് ബോട്ട് പിടിച്ചെടുത്തത് എന്ന് തായ്വാൻ. ബോട്ടിലുണ്ടായിരുന്നത് 6 ജീവനക്കാർ. ന്യൂസിലേക്ക് തിരികെ ബിസിനസ് വാർത്തകൾ. റെക്കോർഡുകൾ ഭേദിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് ചരിത്രത്തിലാദ്യമായി 80,000 പോയിന്റ് കടന്നു. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ 570 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 24,250 പിന്നിട്ടു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്നത്തെ നിരക്ക് ഗ്രാമിന് 6,635 രൂപയും പവന് 53,080 രൂപയും. സൈനികരുടെ യാത്രകൾക്ക് 113 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി കരസേന. ഒരു ബസ്സിൽ പരമാവധി 40 സീറ്റുകൾ. കേന്ദ്ര സർക്കാരിന്റെ ഹരിത സംരംഭങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതാണ് സൈന്യത്തിന്റെ തീരുമാനം. AI-യുടെ സഹായത്തോടെ ചരക്ക് നീക്കത്തിൽ വൻ കുതിപ്പിന് ലക്ഷ്യമിട്ട് എയർ ഇന്ത്യ. കാർഗോ ഡിജിറ്റലൈസേഷൻ വിപുലീകരണത്തിനായി സോഫ്റ്റ്വെയർ നൽകാൻ IBS-ഉമായി കരാർ ഒപ്പിട്ടു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ UK-യിലെ രണ്ടാമത്തെ ഷോറൂം ലെസ്റ്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ലെസ്റ്റർ സിറ്റി മേയർ പീറ്റർ സോൾസ്ബി ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അബ്ദുൽ സലാം KP, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷാംലാൽ അഹമ്മദ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് UK, യൂറോപ്പ് ഓപ്പറേഷൻസ് ഹെഡ് മുഹമ്മദ് സിയ തുടങ്ങിയവർ പങ്കെടുത്തു. കായിക വാർത്തകൾ. കോപ്പ അമേരിക്ക ക്വാർട്ടർ ലൈനപ്പായി അർജന്റീനയുടെ എതിരാളികൾ ഇക്വഡോർ. ബ്രസീൽ ഉറുഗ്വേയെയും കൊളംബിയ പാനമയെയും വെനസ്വേല കാനഡയെയും നേരിടും. യൂറോ കപ്പിന്റെ ക്വാർട്ടർ ലൈനപ്പായി സ്പെയിൻ ജർമ്മനിയെ നേരിടും. പോർച്ചുഗലിന്റെ എതിരാളികൾ ഫ്രാൻസ്. ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെയും നെതർലൻഡ്സ് തുർക്കിയെയും നേരിടും. ICC 2020 ഓൾറൗണ്ടർമാരിൽ ഇന്ത്യയുടെ ഹാർദിക് പാണ്ഡ്യ ഒന്നാമത്. ശ്രീലങ്കയുടെ വനിന്ദു ഹസരംഗെ പിന്തള്ളിയാണ് മുന്നേറ്റം. ബൌളർമാരുടെ റാങ്കിങ്ങിലും ഇന്ത്യൻ താരങ്ങളുടെ കുതിപ്പ്. പാരീസ് ഒളിമ്പിക്സിനുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. ഹൂലിയൻ അൽവാരസ്, നിക്കോളാസ് ഒട്ടാമിൻഡി, റുള്ളി, തിയാഗോ അൽമാഡ എന്നിവർ ടീമിൽ. മുൻ നായകൻ ഹാവിയർ മഷ്രാനോയാണ് അർജന്റീന ടീമിനെ പരിശീലിപ്പിക്കുന്നത്. പ്രീ സീസണായി കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിലെത്തി. പുതിയ കോച്ച് മൈക്കേൽ സ്റ്റാറയുടെ കീഴിലാണ് ടീമിന്റെ പരിശീലനം. അഡ്രിയാൻ ലൂണയും ക്വാമി പെപ്രയും അടക്കമുള്ള താരങ്ങൾ ക്യാമ്പിൽ. പാരീസ് ഡയമണ്ട് ലീഗിൽ നിന്ന് പിന്മാറിയതല്ലെന്നും നേരത്തെ തന്നെ പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നതായും ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര. പരിക്ക് മൂലം പിന്മാറിയെന്ന വാർത്തകൾ നിഷേധിച്ച് സമൂഹമാധ്യമത്തിൽ നീരജിന്റെ പോസ്റ്റ്. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. വൈറലായി സംവൃത സുനിലിന്റെ പുതിയ ലുക്ക് ചിത്രമേറ്റെടുത്ത് സോഷ്യൽ മീഡിയ. അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരി പാൻ ഇന്ത്യൻ റിലീസിന് അടുത്ത മാസം 5-ന് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. അയോധ്യയിൽ റോഡുകൾ തകർന്നതും രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടായതും വലിയ വാർത്തയായിരുന്നു. ഇതിനിടെ തകർന്ന ഒരു പാലത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അയോധ്യയിൽ നിന്നുള്ള വീഡിയോ എന്ന രീതിയിലാണ് ദൃശ്യം പ്രചരിക്കുന്നത്. എന്നാൽ ഇത് ബീഹാറിലെ പാലം തകർന്നുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളെന്ന് അധികൃതർ അറിയിച്ചു. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ചെട്ടിക്കുളങ്ങര പഞ്ചായത്ത് തല ഞാറ്റുവേല ചന്തയും കാർഷിക പ്രദർശനവും നാളെ നടക്കും. ചെട്ടിക്കുളങ്ങര പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിപാടി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലാതല വിജിലൻസ് സമിതി യോഗം നാളെ വൈകിട്ട് 3-ന് കളക്ടറുടെ ചേംബറിൽ യോഗം ചേരും. പൊതുസേവകരുടെ അഴിമതി സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ സമിതി മുൻപാകെ നേരിട്ട് അറിയിക്കാം. ആറാട്ട് വഴി കഴക്കൂട്ടം റോഡിൽ നാളെ ഗതാഗത നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായി. കരുനാഗപ്പള്ളി കേരള ജല അതോറിറ്റി ഓച്ചിറ PH സെക്ഷന്റെ പരിധിയിൽ വരുന്ന കരുനാഗപ്പള്ളി നഗരസഭ, ക്ലാപ്പന, ഓച്ചിറ, ആലപ്പാട് എന്നീ പഞ്ചായത്തുകളിൽ നാളെ സൂപ്പർ ക്ലോറിനേഷൻ നടക്കും. ആലപ്പാട് പഞ്ചായത്തിലെ 9 മുതൽ 16 വരെയുള്ള വാർഡുകളിലെ ഉപഭോക്താക്കളും വെള്ളം ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്ന് അധികൃതർ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ.
ഇന്തോനേഷ്യയിലെ ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തം, 5 മരണം, മരിച്ചവരിൽ 2 കുട്ടികളും. അപകടം തലസ്ഥാന നഗരമായ ബെക്കാസി. തൈവാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 22 ചൈനീസ് സൈനിക വിമാനങ്ങളും 6 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയതായി തൈവാൻ പ്രതിരോധ മന്ത്രാലയം. ന്യൂസ് പൂർത്തിയാകുന്നു.